ഇന്നത്തതും ഒരു കുഞ്ഞു മിനി വ്ലോഗാണ്. ഇത് ഫ്രൈഡേ എടുത്തതാട്ടോ. അങ്ങനെ മോർണിംഗ് ഞാൻ നേരത്തെ ഒന്നും അല്ല എണീറ്റത്, കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. കാരണം ഞാൻ ഇന്ന് എൻ്റെ ഇക്കാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് ലേറ്റായി എണീറ്റ കാരണം എൻ്റെ സിസ്റ്ററിനെയും ബ്രദറിനെയും ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ച ആയ കാരണം നേരത്തെ ക്ലാസ് തുടങ്ങുമല്ലോ, അപ്പോൾ അവർ പോയിട്ടുണ്ടായിരുന്നു. ഫ്രൈഡേ ആയതുകൊണ്ടും ഞാൻ ഇന്ന് പോകുന്നത് കൊണ്ടും ഇന്നിവിടെ ബീഫ് ബിരിയാണി ആട്ടോ. ഞാൻ എന്നൊരു കുഞ്ഞു മിനി വ്ലോഗ് എടുക്കുകയാണെങ്കിലും അന്നത്തെ ദിവസം എൻ്റെ വീട്ടിൽ ഇതേ ബിരിയാണി ആയിരിക്കും. അത് വീഡിയോ എടുക്കുന്നത് കൊണ്ട് വെക്കുന്നതൊന്നുമല്ല കേട്ടോ. നമ്മൾ നോർമലി അങ്ങ് പെട്ടെന്ന് തീരുമാനിക്കുന്നതാണ്. ഞാനിത് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിച്ച് ബിരിയാണിക്കുള്ള കുറച്ച് സഹായമൊക്കെ അങ്ങ് ചെയ്തു കൊടുക്കാം. ഇന്നിവിടെ കൈപ്പത്തിരി മീൻകറി ആയിരുന്നു. ഈ ഒരു മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉള്ളിയെല്ലാം വാട്ടിയിട്ടാണ് ഉമ്മച്ചി ഈ മീൻകറി വെക്കാറ്. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ എപ്പോഴത്തെയും പോലെ നല്ല മഴയായിരുന്നു. പിന്നെ പോവാനുള്ള പെട്ടി പാക്കിംഗ് ആയിരുന്നു അടുത്തത്. അങ്ങനെ തപ്പിത്തെരഞ്ഞും കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ പാക്കിംഗ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും എല്ലാതും ഇവിടെ അരിഞ്ഞു പെറുക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫും ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ മസാല ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മസാല എല്ലാം നമ്മൾ ചിക്കൻ ബിരിയാണിക്ക് വെക്കുന്ന ഏകദേശം സെയിം മസാല തന്നെ കേട്ടോ ഇതിനും ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്ക് പൊതുവെ ബീഫിനോട് ഒട്ടും താല്പര്യമല്ല, എന്നാലും കഴിക്കും, അത്രേ ഉള്ളൂ. കൂടുതൽ ഇഷ്ടം ചിക്കനാണ്. അങ്ങനെ ബീഫ് വലിയ ഇഷ്ടം താല്പര്യം ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈവനിങ്ങിന് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ബ്രെഡെല്ലാം ഒന്ന് പൊടിച്ച് വെക്കുകയാണ്. മഴ ആയ കാരണം എപ്പോഴാണ് കറണ്ട് പോവുക വരിക എന്നൊന്നും അറിയില്ലല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അങ്ങനെ നമ്മുടെ മസാല ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം അളവ് പ്രകാരം ഉമ്മച്ച് അതിലേക്ക് ഇടും. എനിക്കിങ്ങനെ ഇളക്കി കൊടുക്കൽ മാത്രമായിരുന്നു പ്രധാന ജോലി. ഇന്ന് പോകുന്നതിനെ കുറിച്ചിട്ടും എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട്. കാരണം സ്കൂളെല്ലാം തുറക്കുകയാണ്. ആൾക്ക് ഇനി എപ്പോഴാണ് ലീവ് കിട്ടുക എന്നറിയില്ല. മറ്റേത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി വരാമല്ലോ. ഇനിയിപ്പോൾ സ്കൂളിലെ ദിവസം ഒരു ലീവ് കിട്ടിയാൽ മാത്രമേ അങ്ങ് പോയിട്ട് ഇങ്ങെത്താൻ പറ്റുള്ളൂ. ഏകദേശം 1 മണിക്കൂറോളം ഉണ്ട് വീട്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര. 1 മണിക്കൂറില്ലെങ്കിലും 1/3 മണിക്കൂറെങ്കിലും ഉണ്ട്. അത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പറയും വേണ്ട. നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുത്ത് മേലെ കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് കുരുമുളക്, ഗരം മസാല ഇത് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ സെപ്പറേറ്റ് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതേപോലെ പൊരിച്ച ഉള്ളി അതൊന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. ഇവിടെ പൊതുവെ അങ്ങനെ ഇടുന്നത് ആർക്കും താല്പര്യമല്ല. എല്ലാം പെറുക്കി അങ്ങ് മാറ്റി വെക്കും. അതുകൊണ്ട് അതിന് നിൽക്കാറില്ല. അങ്ങനെ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഉമ്മച്ചി ദം ഇടുകയാണ്. ഇനി ഒരു 15 മിനിറ്റ് നമ്മുടെ റൈസ് ഇങ്ങനെ കിടക്കട്ടെ. ആ സമയം കൊണ്ട് കുറച്ച് ക്ലീനിങ് പരിപാടികളെല്ലാം ഉമ്മച്ചി അവിടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വേറെ ജോലി ഉണ്ടായിരുന്നു. നമ്മുടെ കട്ട്ലേറ്റിനുള്ള മസാലയും കൂടി തയ്യാറാക്കാനുണ്ടായിരുന്നു. അങ്ങനെ മസാല ഉണ്ടാക്കി ഞാൻ പെട്ടെന്ന് തന്നെ പോയി ഫ്രഷ് ആവുകയാണ്. ഫ്രഷ് ആയി കഴിഞ്ഞ ശേഷം കുറച്ച് ഡ്രസ്സൊക്കെ ഉണക്കാനുണ്ടായിരുന്നു. ഇത് നമ്മുടെ വീടിൻ്റെ മേലെ കേട്ടോ. വലിയ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ അയലൊക്കെ കെട്ടി ഡ്രസ്സെല്ലാം ഉണക്കാറാണ്. അങ്ങനെ പള്ളി വിരിഞ്ഞ് ഉപ്പ ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ വീഡിയോക്ക് വേണ്ടി ഉപ്പതേ വായൻ്റെലൊക്കെ ഒന്ന് വാട്ടിയിട്ട് ചോറ് ഇതിലാട്ടോ ഇന്ന് കെട്ടി പൊതിഞ്ഞ് വെക്കുന്നത്. അടിപൊളിയാണ്. ഞങ്ങൾ ആദ്യം ചിക്കൻ ബിരിയാണിയൊക്കെ ആക്കുമ്പോൾ വെക്കാറുണ്ട്. ഇന്ന് ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ്. പക്ഷെ നിൻ്റെ വീഡിയോക്ക് ഇരുന്നോട്ടെ എന്നും പറഞ്ഞിട്ട് ഉപ്പോ അങ്ങനെ ഉണ്ടാക്കി തന്നതാട്ടോ. സംഭവം ഇത് കാണാൻ അടിപൊളിയാണ്. കാണാൻ മാത്രമല്ല കുറച്ച് നേരം അതിലിങ്ങനെ കെട്ടി വെച്ചിട്ട് ഒരു ഫ്രൈ പാനിലിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുക്കും. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അതൊന്ന് തുറന്നങ്ങ് കഴിച്ചാൽ മതി. സ്വർഗ്ഗമായിരിക്കും. എൻ്റെ ഫുഡ് കഴിക്കലും കട്ട്ലേറ്റ് എല്ലാം ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇനി പെട്ടെന്ന് തന്നെ റെഡി ആവണം. ഉമ്മയും ഇവിടെ എത്താറായിട്ടുണ്ട്. അങ്ങനെ അവരെത്തി. അവർക്ക് ചായയും കട്ട്ലേറ്റ് എല്ലാം കൊടുത്തു. ഇനി നേരെ അവരൊപ്പം തിരിച്ചിട്ടുണ്ട്. ഇന്ന് പോരുമ്പോൾ ഒത്തിരി സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഇനി ഞാൻ എന്നാ പോവാന്ന് എനിക്ക് പോലും അറിയില്ല. ഇത് ചെറുതായിട്ടൊന്ന് കൈ പൊള്ളിയതാട്ടോ. അങ്ങനെ വീട്ടിലെത്താറായിട്ടുണ്ട്. പോകുന്ന വഴി ഒരു ഗ്ലാസ് കോഫി ആട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. മോനിക്ക് വേണ്ടി വാങ്ങിയതാണ്. അവന് കുടിച്ചില്ല. അപ്പം ഞാൻ കുടിച്ചു. അപ്പോൾ ഇന്നൊക്കെ ഇത്രയുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.